തെക്കൻ കേരളത്തിലേക്ക് ഒന്ന് പോവാം അല്ലേ? തെക്കോട്ട് പിടിക്കാം. അതായത് സുനിഷയുണ്ട് നമ്മുടെ ഒപ്പം. സുനിഷ, ഹായ്. ചിരിച്ച് ഉഷാറായിട്ടാണല്ലോ നിൽക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പച്ചപ്പും ഹരിതാപയും ഒക്കെ ഉണ്ടല്ലോ പിന്നില്. എവിടെയാണ്? പിന്നല്ല, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഈ പച്ചപ്പും ഹരിതാപയുമുള്ള സ്ഥലത്ത് വരാതിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ ഈ മ്യൂസിയത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് രാവിലെയൊക്കെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നത്. ഒരുപക്ഷെ അരുൺ ഗോപൻ കൂടി ഉള്ളതുകൊണ്ട് പറയുകയാണ്, ആളുകളൊക്കെ ഈ നടക്കാൻ വരുമ്പോഴൊക്കെയും എപ്പോഴും ഒരു ഇയർഫോൺ ഈ ചെവിയിൽ കുത്തിയിട്ടുണ്ടാവും. എപ്പോഴും ഒരുപക്ഷെ ഏറ്റവും അധികം പാട്ടുകൾ പി ജയചന്ദ്രൻ പോലുള്ള ഗായകരുടെ പാട്ടുകളായിരിക്കും ഇവരിങ്ങനെ ആസ്വദിച്ച് പോകുന്നതെന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കാഴ്ചകളും അത് മനോഹരമായി പാട്ട് മനോഹരമാകുന്നത് പോലെ ആയിരിക്കുമല്ലോ നമ്മുടെ കാണുന്ന കാഴ്ചകളും ഒക്കെ മനോഹരമാവുക. ഏതായാലും അത്തരം ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഈ മ്യൂസിയമൊക്കെ വന്നാൽ രാവിലെയൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു കാര്യം. ഇനി വാർത്തകളിലേക്ക് വന്നാൽ ഒരുപാട് വാർത്തകളുണ്ട് ഇന്നും തലസ്ഥാനത്ത് എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു മുന്നറിയിപ്പായിട്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ 2 ദിവസം മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതായത് മറ്റന്നാൾ 12-ഉം 13-നുമാണ് ഒരു ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അലേർട്ടുകളൊന്നും തന്നിട്ടില്ല, പക്ഷേ മിതമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ തന്നെയും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ രാവിലെയൊക്കെ നടക്കാൻ വരുന്നവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായി പറയുകയാണ്. മറ്റ് വാർത്തകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു അപകടമുണ്ടായിരുന്നു, സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചൊരു സംഭവം. അതിൽ ബസ് ഡ്രൈവറെ കൂടി പ്രതി ചേർക്കുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്. ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് എടുക്കുമെന്നുള്ളത് തന്നെയാണ് അടുത്ത വാർത്ത. വേറൊരു കാര്യം, ഈ ബാലരാമപുരത്ത് സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു പിതാവിനെ സ്ലാബിട്ട് മൂടിയൊരു സംഭവം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഏതായാലും കലക്ടർക്ക് ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര എസ്ഐയുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അങ്ങനെ സംഭവബഹുലമായ വാർത്തകൾ വരുന്നുണ്ട്, ഇനി ഡെവലപ്മെന്റ് ആവാനുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഏതായാലും നിങ്ങളിങ്ങനെ 3 പേരും കൂടി ഇന്ററാക്ട് ചെയ്ത് പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ടൊരു രാവിലെ ഇങ്ങനെ പ്രഭാതമൊക്കെ സുന്ദരമായിട്ട് പോവുകയാണ്. ശരി, സുനിഷയുടെ ഈ ഒരു പ്രഭാതം അടിപൊളിയാവട്ടെ. സുനിഷ പറഞ്ഞ പോലെ 2 ദിവസം ഇനി മഴ പ്രതീക്ഷിക്കാട്ടോ അരുൺ.